യേശുക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പെന്തക്കോസ്താ തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ കേൾക്കുന്ന ദൈവവചന ഭാഗങ്ങളിലേക്ക് വീണ്ടും നാം വരികയാണ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പറ്റി നാം ചിന്തിക്കുന്നത് ബൈബിളിലെ സമാഗമ കൂടാരത്തിലെ താമ്രത്തൊട്ടിയും പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. സമാഗമ കൂടാരത്തിലെ യാഗപീഠത്തിനും സമാഗമ കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തിനും ഇടയ്ക്കുള്ള ഉപകരണമാണ് താമ്രത്തൊട്ടി അല്ലെങ്കിൽ ഓടുകൊണ്ടുള്ള ഷാളനപാത്രം എന്ന് പറയുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 30-ാമത്തെ അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെ വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ശ്രദ്ധാപൂർവം വായിച്ചാൽ നമുക്ക് 30-ാമത്തെ അധ്യായത്തിൽ ഇത് കാണാവുന്നതാണ്. പുരോഹിതന്മാർ യാഗമർപ്പിക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പും അവർ ഈ താമ്രത്തൊട്ടിയിലെ ജലം കൊണ്ട് കൈകാലുകൾ കഴുകണം. അങ്ങനെ കഴുകാതെ ശുശ്രൂഷ നിർവഹിച്ചാൽ അവർ മരിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്. അതിലുള്ള അടങ്ങിയിരിക്കുന്ന ആത്മീയ സന്ദേശം, ആ വെള്ളം തന്നെ സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണല്ലോ വെള്ളം. അതുകൊണ്ട് താമ്രത്തൊട്ടിയിലെ വെള്ളം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരണത്തിൻ്റെ ഒരു സൂചനയാണ് അവിടെ കാണുന്നത്. ആ ഷാളനപാത്രത്തിൻ്റെ അളവ് ബൈബിളിൽ പറയുന്നില്ല എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. ബൈബിളിൽ ഒന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യം അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നെങ്കിലും അതിന് ആത്മീയ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ സമാഗമ കൂടാരത്തിലെ ഈ താമ്രത്തൊട്ടി അല്ലെങ്കിൽ ഈ ഷാളനപാത്രം അതിൻ്റെ അളവ് പറയുന്നില്ല. ബാക്കിയെല്ലാം ഉപകരണങ്ങളുടെ, യാഗപീഠത്തിൻ്റെ, അതുപോലെ കവരവിളക്കിൻ്റെ, കാഴ്ചയപ്പത്തിൻ്റെ മേശ, എല്ലാത്തിൻ്റെയും അളവുകൾ പറയുമ്പോൾ താമ്രത്തൊട്ടിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഓടുകൊണ്ടുള്ള ഷാളനപാത്രത്തിൻ്റെ അളവ് പറയുന്നില്ല. എന്താണ് അളവ് പറയാത്തത്? അവിടെയും പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന വലിയ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, ശുദ്ധീകരണത്തിന് അളവില്ല പ്രിയപ്പെട്ടവരെ. നാം എത്രമാത്രം നമ്മെ ശുദ്ധീകരിച്ചാൽ ആ ശുദ്ധീകരിക്കുന്നതിന് അളവ് പറയാൻ സാധ്യമല്ല. നമ്മുടെ ദൈവമായ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നാം എത്രത്തോളം വിശുദ്ധീകരിക്കപ്പെടണമെന്നാണ്. പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ, പിതാവ് പരമപരിശുദ്ധനായിരിക്കുന്ന പോലെ നാമും വിശുദ്ധരായിരിക്കണമെന്നുള്ളതാണ്. പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ ആ പരിപൂർണതയിലേക്കുള്ള വിളിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് വിശുദ്ധിക്ക് അളവ് നിശ്ചയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സമാഗമ കൂടാരത്തിലെ യാഗപീഠത്തിനും സമാഗമ കൂടാരത്തിനും ഇടയ്ക്ക് വെച്ചിരിക്കുന്ന താമ്രത്തൊട്ടി അഥവാ ഓടുകൊണ്ടുള്ള അഷാളന പാത്രത്തിന് അളവ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ശുദ്ധീകരണത്തിന് അളവില്ല, അളവ് വയ്ക്കാൻ പാടില്ല. നാം ഇപ്പോൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞാലും വീണ്ടും നമ്മെ പരിശോധിച്ചാൽ വീണ്ടും ചെറിയ കുറവുകളെങ്കിലും കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണത്തിന് അളവില്ല. അപ്പോൾ പുരോഹിതന്മാർ ദേവാലയത്തിൽ യാഗപീഠത്തിൽ വരികയോ സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷയോ ചെയ്യുകയോ ചെയ്യുന്നതിന് മുമ്പ് അവർ കൈകാലുകൾ കഴുകിയിരിക്കണം, ശുദ്ധീകരിക്കണമെന്ന് പുറപ്പാടിൻ്റെ 30-20 പറയുന്നു. അങ്ങനെ ചെയ്യാത്ത പക്ഷം അവർ മരിച്ചു പോകുമെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആത്മീയ ശുശ്രൂഷ രംഗത്തുള്ള ഓരോരുത്തരും ഓർക്കണമേ, ശുശ്രൂഷയ്ക്ക് മുമ്പ് ശുശ്രൂഷകരായിട്ടുള്ള ആളുകൾ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിരിക്കണം. ശുദ്ധീകരണം അനിവാര്യമാണ്. ശുദ്ധീകരണമില്ലാത്ത ശുശ്രൂഷയിൽ ദൈവം പ്രസാദിക്കുകയില്ല. അത് നമ്മുടെ ആത്മീയ മരണത്തിന് അത് ഇടവരും. അതുകൊണ്ട് നമ്മെ തന്നെ ശരിയായി ശുദ്ധീകരിക്കണം. ഇന്ന് നീ ശുദ്ധീകരിച്ചാൽ നാളെ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതമെന്നാണല്ലോ ജോഷുവയുടെ പുസ്തകം 3:5 പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനമാണ് നമ്മെ ശുദ്ധീകരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് താമ്രത്തൊട്ടി ഇത്തരം ഒരു സൂചന നമുക്ക് നൽകുന്നു പരിശുദ്ധാത്മാവിനെ പറ്റി. മാത്രമല്ല, ഈ ശുദ്ധീകരണത്തിൻ്റെ ചിന്ത അവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ എന്തിന് സഭയുടെ മേൽ അയച്ചു? സഭയുടെ മേൽ പരിശുദ്ധാത്മാവിനെ എന്തിനയച്ചു? 3 കാര്യത്തിനാണ്. 1, സഭയെ വിശുദ്ധീകരിക്കാൻ. 2, സഭയെ പഠിപ്പിക്കാൻ. 3, സഭയെ നയിക്കാൻ. അപ്പോൾ വിശുദ്ധീകരിക്കുക, പഠിപ്പിക്കുക, നയിക്കുക, ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം. നമ്മളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരണം നടത്തുന്നു. നമുക്കറിയാം, പ്രവാചകനായ എസെക്കിയേലിനെ ദേവാലയത്തിൽ നിന്ന് വരുന്ന നേർച്ചാലിലേക്ക് ആ മഹനീയമായ ദർശനത്തിൽ നാം കാണുന്നു.
47-ാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കും. പ്രവാചകന് വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം വെള്ളം കണങ്കാൽ വരെയായിരുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കുന്നത് ആദ്യം പാദങ്ങളെയാണ്, നമ്മുടെ നടപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ശുദ്ധീകരണത്തിലൂടെ മാത്രമേ നമുക്ക് വിശുദ്ധ സ്ഥലത്തേക്കും അതിവിശുദ്ധ സ്ഥലത്തേക്കും പ്രവേശനമുള്ളൂ. സമാഗമ കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്കും അതിവിശുദ്ധ സ്ഥലത്തേക്കും കടന്നു പോകണമെങ്കിൽ നാം ശുദ്ധീകരിക്കപ്പെടണം. അപ്പോൾ നമ്മുടെ ശുദ്ധീകരണം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മൾ നല്ല ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, അതിവിശുദ്ധ സ്ഥലം എന്താണ്? അതിവിശുദ്ധ സ്ഥലം സൂചിപ്പിക്കുന്നത് നാം എത്തിച്ചേരേണ്ട നിത്യത, പിതാവിൻ്റെ ഭവനം, അവിടേക്ക് നാം എത്തിച്ചേരണമെങ്കിൽ ശുദ്ധീകരണം തന്നെ വേണം. ശുദ്ധീകരണമില്ലാതെ നമുക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ് അതിന് നമ്മെ സഹായിക്കുന്നത്. ഈ പെന്തക്കോസ്ത തിരുനാളിൽ നാം ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ശുദ്ധീകരണം കൂടാതെ നമുക്ക് ദൈവത്തിൽ വിലയം പ്രാപിക്കാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എത്തിച്ചേരണമെങ്കിൽ ശുദ്ധീകരണം ഏറ്റവും അനിവാര്യമാണ്. അതിന് ദൈവത്തിൻ്റെ അരൂപിയാണ് നമ്മെ സഹായിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തി നമുക്ക് ശുദ്ധീകരിക്കാൻ സാധ്യമല്ല. കാരണം പരിശുദ്ധാത്മാവാണ് അനുതാപം നൽകുന്നത്, പാപബോധം നൽകുന്നത്, പശ്ചാത്താപം നൽകുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കുകയില്ല എന്ന് പറയാൻ കാരണം, പരിശുദ്ധാത്മാവിനെതിരെ തെറ്റ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നാം ഡിനേ ചെയ്താൽ, പരിശുദ്ധാത്മാവിനെ നാം വേദനിപ്പിച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ അവഗണിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് അനുതാപം ഉണ്ടാവുകയില്ല. അനുതാപം ഉണ്ടായില്ലെങ്കിലോ പാപങ്ങൾ ഏറ്റുപറയാൻ സാധ്യമല്ല. ഏറ്റുപറഞ്ഞില്ലെങ്കിലോ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് അനുതാപമില്ലാത്തൊരു ഹൃദയത്തിൻ്റെ അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരും. അനുതാപമില്ല എങ്കിൽ ദൈവത്തിന് എങ്ങനെ പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കും? യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിച്ചു. പക്ഷേ നമുക്ക് അനുതാപം കിട്ടുന്നില്ലെങ്കിലോ? അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവൻ പരിശുദ്ധാത്മാവ് വന്നാണ് പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് സമാഗമ കൂടാരത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. ആ യാഗമർപ്പിക്കാൻ വരുന്ന യാഗപീഠം, ആ യാഗപീഠത്തിലാണല്ലോ ആടുകളെയും കാളകളെയും മനുഷ്യർ യാഗമർപ്പിക്കാൻ കൊണ്ടുവരുന്നത്. ആ യാഗം അർപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം വെച്ചിരിക്കുന്ന സമാഗമ കൂടാരത്തിലെ ഉപകരണമാണ് താമ്രത്തൊട്ടി അല്ലെങ്കിൽ ഊടുകൊണ്ടുള്ള ഈ ഷാളനപാത്രം എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് സ്ത്രീകളുടെ ദർപ്പണം കൊണ്ടാണ്. ദർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണാടി. ഇന്നത്തെ കണ്ണാടി പോലെയല്ല പഴയ നിയമ കാലഘട്ടത്തിലുണ്ടായത്. അത് ആ ഓടുകൊണ്ടുള്ള ഒരു മെറ്റൽ കൊണ്ടുള്ള ആ പ്രതലം നന്നായി മിനുസപ്പെടുത്തിയെടുത്ത് അതിലേക്ക് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് അവരുടെ മുഖം കാണാൻ സാധിക്കുന്നു. അവർ വലിയ സമർപ്പണമാണ് നടത്തിയത്. അവർക്ക് മുഖം നോക്കുന്ന ഈ കണ്ണാടി അഥവാ ദർപ്പണം സമാഗമ കൂടാരത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ സമർപ്പിച്ചു. അത് ഉരുക്കിയാണ് ഈ പറയുന്ന ഓടുകൊണ്ടുള്ള ഈ ഷാളനപാത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ മുഖം നോക്കാൻ ഉപയോഗിച്ചതാണ്. എന്നാൽ പിന്നീട് യാഗപീഠത്തിൻ്റെ അടുക്കൽ പുരോഹിതന്മാർ വന്ന് ആ ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ് ഷാളനപാത്രത്തിൻ്റെ അടുക്കൽ വന്ന് കൈയും കാലമൊക്കെ കഴുകി വൃത്തിയാക്കുമ്പോൾ അവരെ തന്നെ അത് കാണിക്കും, അവരെ പ്രതിഫലിപ്പിക്കും. ആ താമ്രത്തൊട്ടി, അവരെ ഓടുകൊണ്ടുള്ള ഷാളനപാത്രം അവരെ തന്നെ പ്രതിഫലിപ്പിക്കും. അവരുടെ ദേഹത്തോ കൈകാലുകളിലോ അഴുക്കുണ്ടെങ്കിൽ അത് കാണിച്ചു തരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനമാകുന്ന കണ്ണാടിയിലൂടെ മാത്രമേ നമ്മുടെ അഴുക്കുകൾ നമുക്ക് കാണാൻ സാധിക്കൂ. നാം അല്ലാതെ നമ്മളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ നല്ല മനുഷ്യരായിട്ട് തോന്നും. നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ പുണ്യപ്പെട്ട വ്യക്തികളായിട്ട് തോന്നും. എന്നാൽ വചനത്തിൻ്റെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ വൈകൃതങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നു, നമ്മുടെ പാപപ്രകൃതങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ കൂടി ഉണ്ടായാൽ ആഴത്തിലുള്ള അനുതാപം ഉണ്ടാവുകയായി. അനുതാപത്തിൽ നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ഉത്തമരായ ദൈവമക്കളായിട്ട് മാറും. അതുകൊണ്ട് പെന്തക്കോസ്താ തിരുനാളിൻ്റെ ഈ ദിവസം പ്രിയപ്പെട്ടവരെ, അർപ്പണം വചനക്കണ്ണാടിയിൽ നമ്മുടെ കുറവുകൾ കാണിച്ചു തരാൻ ഇടവരട്ടെ. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ ആഴത്തിലുള്ള അനുതാപത്തിലേക്കും തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിക്കപ്പെടാനുള്ളൊരു അവസ്ഥയിലേക്ക് നയിക്കട്ടെ. യേശുക്രിസ്തു അതിന് നമ്മെ സഹായിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.